ഓപ്പൺ സ്റ്റേജിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യം കേരളത്തിലും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന രീതിയിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് വസന്തത്തിൻ്റെ ഇടിമുഴക്കത്തിന് കാതോർത്ത നക്സലൈറ്റ് പ്രവർത്തനത്തിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 70കളിലും 60കളിലും 80കളുടെയൊക്കെ തുടക്കം വരെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ഒരുപക്ഷെ ഒരു തീവ്രവാദ ലൈൻ കേരളത്തിന് അന്യമായിരുന്നു. ഇന്നിതാ മാവോയിസ്റ്റ് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പലയിടത്തും പോലീസുമായും ഫോറസ്റ്റുകാരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നു. കേരളത്തിൻ്റെ ആദിവാസി മേഖലയിൽ സംഭവിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കേരളത്തിലേക്ക് എത്തുന്നത്? അതോ ഇത് റിയൽ സാന്നിധ്യം തന്നെയാണോ? ഭരണകൂടം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? ഇതേക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ P. ബിജു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ M. വിൻസെന്റ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ C. ശിവൻകുട്ടി, പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ R. അജയൻ, ഒപ്പം തന്നെ വളരെ സമ്പന്നമായ അഭിഭാഷകരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും അടങ്ങുന്ന സദസ്സ്. നമ്മുടെ ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ വസന്തത്തിന് കാതോർത്ത കാലഘട്ടത്തിൽ നിന്ന് ഇതാ ഇപ്പോൾ മാവോയിസ്റ്റ് ഭീഷണിയിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തു തോന്നുന്നു ശ്രീ P. ബിജു? താങ്കൾ DYFIയുടെ നേതാവാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തമായ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ശക്തമായ വളക്കൂറുള്ള മണ്ണാണ് കേരളം. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ തീവ്രവാദത്തിന് പലപ്പോഴും ഇവിടെ ഒരു സ്പേസ് ഒരു കാലത്ത് ലഭിച്ചെങ്കിലും അതിന് വളർന്നു വരാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇത് മാവോയിസ്റ്റ് ഭീഷണി ആദിവാസി മേഖലയിൽ വരുന്നു. യഥാർത്ഥത്തിലൊരു മാവോയിസ്റ്റുകളുടെ ഭീഷണി ഉണ്ടോ, അതോ അത് ഭരണകൂടം കെട്ടിച്ചമയ്ക്കുന്നതാണോ? ഇനി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആദിവാസി മേഖലയിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ പാവപ്പെട്ടവരുടെ ആദിവാസികളുടെ ഇടയിലേക്ക് വേണ്ടത്ര കടന്നു ചെല്ലാൻ കഴിയാതെ പോയി? മാവോയിസ്റ്റ് സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ആദിവാസി മേഖലകളിലൊക്കെ മാവോയിസ്റ്റുകാർ കടന്നുകൂടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നതായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിലുണ്ട്. ഇപ്പോൾ കുറച്ച് സജീവമായ ചർച്ചകൾ വരുന്നതൊന്ന് ഈ എറണാകുളത്തെ നീറ്റ ജലാറ്റിൻ്റെ ഓഫീസ് ആക്രമിച്ചതും അതിനുശേഷം പാലക്കാട് നടന്ന സംഭവവും വയനാട് നടന്ന സംഭവമൊക്കെയാണ് മാവോയിസ്റ്റ് സാന്നിധ്യം കേരളത്തിലുണ്ട് എന്ന നിലയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും കേരളത്തിലും നമ്മുടെ രാജ്യത്തും പൊതുവിൽ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒട്ടേറെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള സ്ഥിതിയല്ല കേരളത്തിൻ്റെ സ്ഥിതി. വിദ്യാഭ്യാസപരമായ ഒരു കുറേയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്, സാമൂഹ്യ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നല്ല സംഭാവനയും കേരളത്തിൽ നൽകിയിട്ടുണ്ട്. അതാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലൊരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മാവോയിസ്റ്റുകൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഒന്ന് ഉന്മൂലനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഉന്മൂലനത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാൻ മാത്രമേ സഹായകരമാവൂ. അതുകൊണ്ട് തന്നെ അതിനോട് യോജിക്കാൻ കഴിയില്ല. മറ്റൊന്ന് അക്രമത്തിലൂടെ ഈ പ്രശ്നം സജീവമായി ചർച്ച ചെയ്യപ്പെടാനും അല്ലെങ്കിൽ അക്രമത്തിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നതും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഒരു ജനങ്ങൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമൂഹമല്ല. എന്നാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവർ വലിയ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെ അതിലേക്ക് വരാം. ശ്രീ വിൻസെന്റ്, ഇപ്പോൾ ഇവിടെ ബിജു പറഞ്ഞു വെച്ചെടുത്ത് കേരളത്തിൽ ഇപ്പോൾ മാവോയിസ്റ്റ് സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള അതിൽ യഥാർത്ഥത്തിൽ ഈ ആദിവാസി മേഖല പോലുള്ള സ്ഥലങ്ങളിൽ വേണ്ടത്ര ഇടപെടൽ നടത്തി അവർക്ക് നൽകിയ എത്രയോ 1000 കോടി രൂപയാണ് ആദിവാസി മേഖലയിൽ. ഇതൊന്നും അവരിലേക്ക് യഥാർത്ഥത്തിൽ എത്തിയിട്ടില്ല. ആ ഒരു അസ്വസ്ഥത മുതലെടുത്താണ് മാവോയിസ്റ്റുകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്താണ് തോന്നുന്നത്?
ആദിവാസി മേഖലയിലേക്ക് വളരെയധികം പണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളെയും അപേക്ഷിച്ച് കേരളത്തിൽ മാവോയിസത്തിന് വേരുകൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം തന്നെ ഈ പണം കുറേയെങ്കിലും ഫലപ്രദമായി വിനിയോഗിക്കുകയും അവരുടേതായിട്ടുള്ള പ്രതീക്ഷകൾക്കനുസരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുള്ളതാണ്. എവിടെയെല്ലാം മാവോയിസ്റ്റ് സാന്നിധ്യം വളരെ സജീവമായി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ആദിവാസി സമൂഹത്തെ ആകെ തന്നെ അടിച്ചമർത്തപ്പെടുകയും യാതൊരു മനുഷ്യാവകാശങ്ങളും അവർക്ക് നൽകാതെ, യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ അവർക്ക് നൽകിക്കൊണ്ടിരുന്ന അവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന പണം മറ്റേതെങ്കിലും ബാങ്കുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവിടെയൊക്കെ ശക്തമായ കേരളത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. ഈ മാവോയിസ്റ്റുകൾക്ക് കയറാൻ പറ്റുമായിരുന്നു. ഇതൊരു മാവോയിസ്റ്റുകൾ കയറിയെന്ന് പറയാൻ കഴിയില്ലല്ലോ. ബഹുമാനായ ശ്രീ പി ജെയിംസിനോട് ചൂണ്ടിക്കാണിച്ചത് ഭരണകൂടം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് മാവോയിസ്റ്റുകളാണ് ഇത് വന്നിരിക്കുന്നതെന്ന്. ഭരണകൂടം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാവോയിസ്റ്റ് ആക്രമണമാണെന്ന്, പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാവോയിസ്റ്റ് ആക്രമണമാണ്. ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായി തന്നെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്, പക്ഷേ ഈ ആക്രമണങ്ങൾ മാവോയിസ്റ്റ് ആക്രമണങ്ങളായി ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ എത്രയോ കാലമായി പശ്ചിമഘട്ടത്തിന്റെ മേഖലകളിൽ കൂടി കടന്നു കയറി ആദിവാസി മേഖലകളിൽ അവർക്ക് വേരുകൾ ഊന്നാൻ വേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ അവർ എത്രയോ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കാര്യമായ പിന്തുണ കിട്ടിയിട്ടില്ല. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ആദിവാസി മേഖലകളിൽ, ആദിവാസി കോളനികളിൽ നടത്തിയ സന്ദർശനം. അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സന്ദർശിച്ചത്. അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണോ പുതുവത്സര ദിനത്തിൽ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ആഭ്യന്തരമന്ത്രി, അതൊരു വളരെ എന്താ പറയാ, ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണോ? അല്ല, ഇങ്ങനെ ഒരു ഭീഷണി മാവോയിസ്റ്റുകളുടെ ഒരു ആക്രമണം ഉണ്ട് എന്നതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഒന്ന്. രണ്ട്, അദ്ദേഹം ഇതിനു മുമ്പും ആദിവാസി മേഖലകളിൽ പോയി താമസിച്ച് അവരോടൊപ്പമാണ് എന്ന് അവരോടുള്ള അഫെക്ഷൻ, അവരോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ നമുക്ക് ശിവൻകുട്ടി ഇപ്പൊ ഇവിടെ CPM നിന്നും പ്രത്യേകിച്ച് DYFIയുടെ ബിജുവും അതുപോലെ തന്നെ വിൻസെന്റ് ഒക്കെ സംസാരിച്ചതിൽ നിന്ന് ആദിവാസി മേഖലയിൽ വേണ്ടത്ര മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് വിൻസെന്റ് പറഞ്ഞതിൽ നിന്ന് ഒരുപാട് തുക ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാവോയിസ്റ്റ് സാന്നിധ്യം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടെ ഇല്ലാത്തത്. താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, അത് അതിനകത്ത് യോജിപ്പും വിയോജിപ്പും ഉണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖല സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അതിനുശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ആദിവാസികളുടെ റേഷൻ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഇതാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിസ്ഥാനപരമായ വിഷയമാണ് അത്. അപ്പം അദ്ദേഹം അവിടെ സന്ദർശിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വിചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആദിവാസി മേഖലയെ സംബന്ധിച്ചിടത്തോളം ആദിവാസികൾ അനുഭവിക്കുന്ന നരകതുല്യമായ ജീവിതം അത് അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. അത് ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കൂ. കാരണം അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിതമായ ആവശ്യമാണ് പാർപ്പിടവും ഭക്ഷണവും. അതുപോലും ലഭിക്കാതെ അവശരായി വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഈ ജനവിഭാഗത്തിനെ അവരെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 2007 മുതൽ ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കേരളത്തിൽ തുടങ്ങി. 2007 തുടങ്ങി. ഇവരൊക്കെ പറയുന്ന പോലെ ഈ അയച്ച ഫണ്ട് മുഴുവൻ ആദിവാസികളിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇടനിലക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള ആക്ഷേപങ്ങൾ? അത് ആക്ഷേപമല്ല, യാഥാർത്ഥ്യമാണ്. അത് ഇടനിലക്കാർ തട്ടിക്കൊണ്ടുപോകുന്നത് മാത്രമല്ല, അത് ഗവൺമെൻറ് വളരെ ഭംഗിയായി ഇടപെട്ടില്ലെങ്കിൽ വൻതോതിലുള്ള ക്രമക്കേടും അഴിമതിയും ഈ ആദിവാസി ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം നടക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നാലും ഈ ഫണ്ട് കൃത്യമായി ആദിവാസികളുടെ ക്ഷേമത്തിനായി ആദിവാസികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ എല്ലാം ഇതിൻ്റെ ഭാഗം. അജയൻ, താങ്കൾ ഇടതുപക്ഷ ബന്ധമുള്ള, ഒരുപക്ഷെ നേരത്തെ എനിക്ക് തോന്നുന്നു ഇച്ചിരി തീവ്ര ഇടതുപക്ഷ ലൈനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ്, പരിസ്ഥിതിയായിട്ട് ബന്ധമുള്ള ആളാണ്. എന്ത് തോന്നുന്നു അജയന് ഇപ്പോഴത്തെ ഈ മാവോയിസ്റ്റ് പ്രസൻസ് എന്ന് പറഞ്ഞപ്പോൾ മീഡിയയിലും പോലീസും ഇപ്പോൾ തണ്ടർ ബോൾട്ട് എന്ന പോലീസ് സംഘത്തെ ആൻറ്റി മാവോയിസ്റ്റ് സ്ക്വാഡിനെ വെച്ച് സർക്കാർ വർക്ക് ചെയ്യുന്നു, പോലീസുമായിട്ട് ഏറ്റുമുട്ടലിൻ്റെ പാതയിൽ വരുന്നു. ഇതിലെന്തെങ്കിലും തരത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശ്രീ ബിനായക് സെന്നിൻ്റെ അറസ്റ്റുമായി ദീർഘകാലത്തെയും ജയിലിലായിരുന്നു. ഒരു ഭിഷഗ്വരൻ എന്ന നിലയിൽ പാവങ്ങളുടെ ഇടയിൽ, ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദീർഘകാല അറസ്റ്റിന് ശേഷം, ജയിലിലായതിനു ശേഷം കഴിഞ്ഞ വർഷം അദ്ദേഹം വന്നിരുന്നു.
അദ്ദേഹത്തിനെ വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായമുണ്ട്. ആ വിധിന്യായം വളരെ സുപ്രധാനമായ വിധിന്യായമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പൗരാവകാശത്തെ സംബന്ധിച്ചിടത്തോളം, പൗരസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് പറയുന്ന ആ വിധിന്യായത്തിൽ പറയുന്നത് ഒരാളുടെ മാവോയിസ്റ്റ് എന്ന് പറയാം, ഗാന്ധിസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ മാവോയിസ്റ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ഇപ്പോൾ സംഘപരിവാർ ഈ ഒരു മാവോയിസ്റ്റ് ചിന്താഗതിയോട് ആഭിമുഖ്യമുണ്ടോ? എനിക്കൊരു യാതൊരു ആഭിമുഖ്യമില്ല. മാവോയിസ്റ്റ് ചിന്താഗതിയോട് യാതൊരു ആഭിമുഖ്യമുള്ള ഒരാളല്ല ഞാൻ. ഇവിടെ പ്രധാനമായ പ്രശ്നം അതാണ്, പ്രധാനമായ മൗലികമായ പ്രശ്നം. നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ കേരളത്തിൽ നിരവധി സമരങ്ങൾ നടക്കുന്നു. പ്ലാച്ചിമട സമരം, നിൽപ്പ് സമരം, അരിപ്പ സമരം, ഇതെല്ലാം ആദിവാസികൾ നടത്തുന്ന സമരമാണ്. ആ ആദിവാസികൾ നടത്തുന്ന സമരം അവർ തന്നെ സസ്റ്റൈനബിളായി നിലനിർത്തി കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മാവോയിസ്റ്റുകളുടെ സമരവും മാവോയിസ്റ്റുകളുടെ ആക്ഷനുകളും എല്ലാം ആദിവാസി പ്രശ്നവുമായി കൂട്ടിക്കെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ ആ മാവോയിസ്റ്റ് പ്രശ്നം ആദിവാസി പ്രശ്നത്തെ രൂക്ഷമാക്കുകയുള്ളൂ. ഞാൻ ഛത്തീസ്ഗഡ് സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഛത്തീസ്ഗഡിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം മൂലം, അവരുടെ നിയമവിരുദ്ധമായ ക്രമവിരുദ്ധമായ അക്രമ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത്, ഭരണകൂടത്തിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്നത് ആദിവാസി സമൂഹമാണ്. അവിടെ സൽവാജൂഡം എന്ന് പറയുന്ന കൂലിപ്പട്ടാളത്തെ നിയോഗിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആദിവാസി മേഖലയിൽ കോൺട്രാക്ടേഴ്സും ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരും ചേർന്നിട്ടുള്ള ഒരു മാഫിയ സംഘം രൂപപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് അത് ഏറ്റവും അധികം അടിസ്ഥാന വർഗത്തെയാണ്, ദളിത് ആദിവാസി വിഭാഗത്തെയാണ് ഇത്തരം സംഘടനകൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇത് പലയിടത്തും, എനിക്ക് അതിൻ്റെ ശരിയും തെറ്റു പറയില്ല, ചിലയിടത്തും സമരങ്ങളെപ്പോലും, ഉദാഹരണത്തിന് ഒറീസയിൽ നടത്തുന്ന പോസ്കോ സമരം, ആ പോസ്കോ സമരം നടത്തുന്ന ഒരു ജനകീയ കമ്മിറ്റിയാണ്. ആ ജനകീയ കമ്മിറ്റിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവിടെ ഒരു ഐക്യം ഉണ്ടായിരുന്ന ആ സംഘടനയെ പൊളിക്കാനാണ് മാവോയിസ്റ്റുകൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മാവോയിസ്റ്റുകളുടെ ഇങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റത്തെ നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ? പാർലമെന്ററി ഹോം അഫയേഴ്സിന്റെ റിപ്പോർട്ടിൽ തന്നെ 60,000-ഓളം സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ പ്രസൻസ് മാത്രമല്ല, അവരുടെ ഒരു പാരലൽ ഗവൺമെന്റ് തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് ഇത്രയും സ്വാധീനം എങ്ങനെയുണ്ട്? ജനങ്ങളുടെ സുരക്ഷയ്ക്കും എല്ലാം ഉറപ്പ് നൽകേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഭരണകൂടത്തിന്റെ പാളിച്ചകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എപ്പോഴും ഇത്തരം സംഘടനകൾ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, മാവോയിസ്റ്റുകളെ മാത്രം നമ്മൾ പറയുന്നില്ല, ഒരു ഭാഗത്തിക്കട്ടെ. ഇപ്പോൾ ബിജറംഗദൾ അല്ലെങ്കിൽ ഹനുമാൻ സേന, ഒരു PK തിയേറ്റർ എന്ന് പറയുന്ന സിനിമ, സിനിമ ആ സിനിമ നടത്തുന്ന സ്ഥലത്ത് പോയി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയും ഇത് അപലപിക്കേണ്ടതാണ്. അതും ഒരു തരം തീവ്രവാദമാണ്. ജനകീയ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാതും അത് അക്രമാസക്തമാണ്, അത് അക്രമം തന്നെയാണ്. അത് മാവോയിസ്റ്റുകൾ നടത്തിയാലും, അത് ഹനുമാൻ സേന നടത്തിയാലും, ബിജറംഗൾ നടത്തിയാലും, അത് ജമാഅത്തെ ഇസ്ലാമി നടത്തിയാലും, മറ്റേത് NDF നടത്തിയാലും, അതൊക്കെ അത് ഒരുപോലെ കാണാൻ കഴിയുള്ളൂ. ശിവൻകുട്ടി ഇപ്പോൾ സിനിമയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സിനിമകൾക്കെതിരെയൊക്കെ സെൻസർ ബോർഡ് ഇത് കൊടുത്തൊരു ഇതാണ്. അങ്ങനെ ഒരു തരത്തിൽ സംഘടിച്ച് ചെയ്യുന്നൊരു രീതി ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഘടിച്ച് സമരം ചെയ്യുന്നതൊക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല. ജനാധിപത്യ സമരങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അക്രമ സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ വരുന്നിട്ടുള്ള, ഇദ്ദേഹം സൂചിപ്പിച്ച ചില ഭാഗങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹം ഇന്ന് സംസാരിച്ചിട്ടുള്ള ഈ വിഷയം, PK ആ വിഷയവുമായി അതൊക്കെ അതിനകത്ത് ഈ ഹനുമാൻ സേന നടത്തുന്നത് ഹനുമാൻ സേനയോട് ചോദിക്കണം. ഹനുമാൻ സേന നടത്തുന്ന വിഷയം, ഹനുമാൻ സേന ഒരു സംഘടനയുണ്ടോ, എന്താണ് ഹനുമാൻ സേന, അതൊക്കെ അന്വേഷിക്കേണ്ട വിഷയം. ഒരു തരത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങളെ ന്യായീകരിക്കാൻ ആർക്കും സാധിക്കില്ല. അതേസമയം സംഘടിച്ച് സമരം ചെയ്യുന്നതിനെ അതൊന്നും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം മാവോയിസ്റ്റുമായി കമ്പയർ ചെയ്യാൻ കഴിയുന്നതല്ല ഇതൊന്നും. മാവോയിസ്റ്റ് ചെയ്യുന്നത് ഇതല്ല. മാവോയിസ്റ്റ് ചെയ്യുന്നത് കാടുകളിൽ ഒളിച്ചിരുന്ന് 5-10 അടങ്ങുന്ന ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു അക്രമം അഴിച്ചു വിടുന്ന ഒരു ടെൻഡൻസി കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. വളരെ ചെറിയ സംഘങ്ങൾ. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നത്? ഒരു കാലത്ത് ആരോപണം ഉണ്ടായിരുന്നു മാവോയിസ്റ്റുകൾക്ക് ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പരോക്ഷമായി പിന്തുണ, ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, ഇന്ത്യയുടെ ഒരു അഖണ്ഡത തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നുള്ള വ്യാഖ്യാനം കൂടി ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ വല്ല ഒരു ചിന്ത BJP സർക്കിളിൽ അങ്ങനെ ഉണ്ടോ? തീർച്ചയായും മാവോയിസ്റ്റുകളുടെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് BJPയുടെ വ്യക്തമായ അഭിപ്രായം ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡത അപകടപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് അവരുദ്ദേശിക്കുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങളുടെ വലിയ പിന്തുണ ഇതിനകത്തുണ്ട്. ഇത് ചെറിയ പിന്തുണയൊന്നുമല്ല, വളരെ വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനകത്ത് അവർ നുഴഞ്ഞു കയറി പ്രവർത്തനം നടത്തി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള പരിശ്രമം നടത്തുന്നത്. 70കളിൽ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് KN രാമചന്ദ്രൻ അരാജകത്വം സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. മാവോവാദികൾ
കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ സാന്നിധ്യം കണ്ടു. 2007 കേരളത്തിൽ ഇതിൻ്റെ സാന്നിധ്യം കണ്ടു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു. നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ഭരണകൂടം. അത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കേണ്ടത് ഭരണകൂടമാണ്. ഏത് LDF ആണ്, UDF ആണ്, ഏത് ഗവൺമെൻറ്റാണ്, അതിൻ്റെ നടപടികൾ സ്വീകരിക്കണം. ഇവിടെ ചെയ്തുകൊണ്ട് വരുന്നത് ആദിവാസികളെ രാത്രി 12 മണിക്ക് ആദിവാസികളുടെ വീട്ടിൽ ചെന്ന് കയറി അവരെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ തുടരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ബിജു. ഇപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് 2007 ഇതിൻ്റെ പ്രസൻസ് കണ്ടത് അത് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. അന്ന് ഇടതുപക്ഷ സർക്കാർ വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇടതുപക്ഷ സർക്കാർ വന്നു, അത് കഴിഞ്ഞ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സർക്കാർ വന്നു. രണ്ട് സർക്കാരുകളും ഈ ആദിവാസി മേഖലയിൽ വേണ്ടത്ര ഈ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ഒരുപക്ഷെ പിന്നോക്ക സമുദായങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, ആദിവാസി മേഖലകൾ കൂടി ആണ്. പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷ്ണപിള്ളയുടെ AKGയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഈ ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ശൈലി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിൻ്റെ യഥാർത്ഥ ശൈലിയിൽ നിന്ന് വിട്ടു പോയത് ഒരു തരത്തിൽ ഈ മാവോയിസ്റ്റുകൾ പോലെയുള്ള അല്ലെങ്കിൽ തീവ്ര നിലപാടുകൾ എടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ ഉള്ള ഒരു വളക്കൂറുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലേ? അങ്ങനെ അതിനെ പറയാൻ കഴിയും. ഒന്ന്, ഈ മാവോയിസ്റ്റ് സാന്നിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം കുറച്ച് നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ്, ഒരു 3-4 മാസമായിട്ടാണ് ഇത് കുറച്ച് കൂടുതൽ സജീവമായി വരുന്നത്. ആദ്യമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്, ഒന്ന്, ഈ മാവോയിസ്റ്റ് ആശയങ്ങളോട് ഈ ആദിവാസി മേഖലയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഈ പിന്നോക്കം നിൽക്കുന്ന മേഖലയിലോ വലിയ സ്വാധീനം അവിടുത്തെ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മേഖലയിൽ നല്ല നിലയിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ 96 ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, LDF ഗവൺമെൻറ്റാണ് ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പകരം സർക്കാർ ഭൂമി നൽകുമെന്ന് തീരുമാനമെടുത്തത്. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് 30,000 ഏക്കർ ഭൂമി ആദിവാസികൾക്ക് വേണ്ടി നൽകിയത്. ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇപ്പോൾ അട്ടപ്പാടി, ഇപ്പോൾ UDF ഭരിക്കുന്നു, എത്ര ശിശുമരണം ഉണ്ടായിരുന്നു? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും അല്ലെങ്കിൽ UDFും അല്ലെങ്കിൽ മറ്റു ബൂർഷ്വാ പാർട്ടികളും എല്ലാം ഒരുപോലെയാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെടാൻ കാരണം, ഒന്ന്, അഴിമതി; 2, കോർപ്പറേറ്റുവൽക്കരണം. രാജ്യത്ത് എല്ലാ സബ്സിഡികളും വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു. വലിയ തോതിലുള്ള അഴിമതി, വ്യാപകമായി സാധാരണക്കാരനെ പ്രയാസപ്പെടുത്തുന്ന നയങ്ങൾ സ്വീകരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി വലിയൊരു വിഭാഗം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ പോലും. അത് ആദിവാസി മേഖലയിൽ മാത്രമല്ല, പട്ടികജാതിക്കാർ അനുഭവിക്കുന്നുണ്ട്, ഈ പരമ്പരാഗത തൊഴിൽ മേഖലയിൽപ്പെട്ടവർ അനുഭവിക്കുന്നുണ്ട്. അവരെ കൂടി സംരക്ഷിക്കുന്ന നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നില്ല. അതേസമയം നേരത്തെ ഇപ്പോൾ CK ജാനുവിനെ പോലുള്ളവർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സമരങ്ങളുടെ കാര്യം പറഞ്ഞു. പ്ലാച്ചിമടയിൽ നടന്നപ്പോൾ CK ജാനുവിൻ്റെ നെൽപ്പ് സമരം തുടങ്ങിയപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് CPM ഒക്കെ ഒരു സമരത്തിന് ഇറങ്ങിയാൽ 1-2 ദിവസം കൊണ്ട് അത് സെറ്റിൽ ചെയ്യാൻ എന്താ പറയുക തിടുക്കം കാട്ടുന്ന ഭരണകക്ഷി. അതേസമയം ഈ ആദിവാസി മേഖലയിൽ നിന്നുള്ളവർ സമരം ചെയ്യുമ്പോൾ അതിനോട് കാണിക്കുന്ന അവഗണന ഒരുപക്ഷെ നിങ്ങളുടെ ഒരു പിന്തുണ ഇല്ലാത്തതാണോ? CK ജാനുവിനെ പോലുള്ള, ജാനു ആരുമാവട്ടെ, ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ ഇടതുപക്ഷങ്ങൾ പോലും തടയുന്ന, നിങ്ങൾ ഒരുപക്ഷെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ആ സമരത്തിന് കുറച്ചുകൂടി ശക്തി ആർജിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കൾ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ കാര്യം പറഞ്ഞാലും ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നുള്ളൊരു തരം നിഷേധാത്മക നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടോ? അങ്ങനെ നിഷേധാത്മക നയമുണ്ടെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് ആദിവാസികളുടെ ഇടയിൽ നല്ല നിലയിൽ സ്വാധീനമുള്ള സംഘടനയാണ് ആദിവാസി ക്ഷേമ സമിതി. ഇപ്പോൾ CK ജാനു നടത്തുന്ന സമരത്തിൻ്റെ അതിൻ്റെ ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നു. അവർ മാത്രമല്ല സമരം നടത്തുന്നത്, ഭൂസമരം ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നു. ഏറ്റവും അധികം ഭൂസമരം നടക്കുന്നത് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ്. മാധ്യമങ്ങളെ ശ്രദ്ധിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും ഏക്കർ കണക്കിന് ഭൂമി ആദിവാസികളെ കൊണ്ട് പാർപ്പിച്ച് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഭൂസമരം നടക്കുന്നുണ്ട്. വയനാട് ഭൂമി സമരം നടക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം ആദിവാസി മേഖലയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉയർന്നു വന്ന ജാനുവിനെ പോലൊരു നേതാവ് വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ജാനു വലിയ ആളാണെന്ന് പറയുന്നില്ല, പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉയർന്നു വന്ന് ആദിവാസി മേഖലയിൽ നിന്ന് ഒരു ഫൈറ്റ് നടത്തുന്ന ഒരു വനിതാ നേതാവ് എന്ന നിലയിലാണ് ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ ജാനുവിന് കിട്ടുന്നത്. മാധ്യമങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാവും, പക്ഷേ അവർ തന്നെയല്ലേ
കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് ആന്റണിയുമായി ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന് പറഞ്ഞ് ആദിവാസികളെ വിളിച്ചുകൊണ്ട് പോയി പുത്തങ്ങയിൽ അതിനുശേഷം ആന്റണിയുടെ ഗവൺമെൻറ് എന്നെ വെടിവെച്ചില്ലേ? ഇപ്പോൾ എന്താണ് ഈ ഗവൺമെൻറ് എടുത്ത സമീപനം തന്നെയാണ് ഏറ്റവും അവസാനം എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഈ ഗവൺമെൻറ് എന്താണോ ഈ സമരം തുടങ്ങിയപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്, അതേ നിലപാടിൽ തന്നെ അവരിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാണ് ഗവൺമെൻറ് ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇപ്പം MP രാജേഷ് അട്ടപ്പാടിയിലെ ശിശുഭരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയി നിരാഹാരം കിടന്നു. അപ്പോൾ തനതായിട്ടുള്ള സമരങ്ങൾ ആ മേഖലയിൽ നമ്മുടെ സ്വാധീനത്തിനനുസരിച്ച് തനതായിട്ടുള്ള സമരങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്, ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പം ജാനുവിൻ്റെ സമരത്തിന് അവിടെ പോയില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതിനെതിരാണ് എന്ന് അഭിപ്രായമില്ല. വിൻസെന്റ്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിൽപ്പ് സമരം തന്നെ ഇതിൽ നിങ്ങളുടെ സർക്കാർ മറ്റേ സരിതാ സംഭവത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് CPM-ഉമായിട്ട് സന്ധി ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് DYFI ഒക്കെ നടത്തിയ CPM നടത്തിയ സമരങ്ങളിൽ 2 ദിവസം നേതാക്കൾ നിരാഹാരം കിടന്നപ്പോഴേക്കും അത് സെറ്റിൽ ചെയ്യാൻ സർക്കാർ തയ്യാറായി. അപ്പോൾ കയ്യൂക്കുള്ളവനെ പേടിയുണ്ട് എന്നും ഈ പാവപ്പെട്ട ആദിവാസികൾ ഇരുന്ന് അവർ തിരിഞ്ഞു നോക്കില്ല എന്നുമുള്ള മെസ്സേജ് അല്ലേ നിങ്ങളെപ്പോലുള്ള ഭരണകൂടം അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ UDF നിങ്ങളതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊക്കെ ആയിക്കോളാം, വേറെ ആരും ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സ്പേസ് ഉണ്ടാക്കാൻ വരണ്ട എന്ന ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഒരു രഹസ്യധാരണ ഇതിൻ്റെ പിറകിലുണ്ട്. ഒരിക്കലുമല്ല, ഒരു തെറ്റായ ഒരു നിരീക്ഷണമാണ്. കാരണം അല്ല, അങ്ങനെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. CK ജാനുവിനോ അല്ലെങ്കിൽ ഗീതാനന്ദൻ അടക്കമുള്ള നിൽപ്പ് സമരത്തിന് നേതൃത്വം നൽകിയ ആർക്കും സർക്കാർ ഈ സമരവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു പരാതിയുമില്ല എന്നത് തന്നെ ഈ നിരീക്ഷണം തെറ്റാണ്. എത്രയോ കാലത്തിന് ശേഷമാണ് നിൽപ്പ് സമരം തീർന്നത്. അല്ല, ഗവൺമെന്റ് നിൽപ്പ് സമരത്തിന് ആധാരമായി അവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും പരിഹരിക്കാമെന്ന ആദ്യത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞു. സർക്കാർ പലവട്ടം ചർച്ച നടത്തി, മന്ത്രി ചർച്ച നടത്തി, മുഖ്യമന്ത്രി ചർച്ച നടത്തി. അപ്പോൾ ആ ചർച്ചകൾ കഴിയുമ്പോഴൊന്നും ഒരു പ്രതിഷേധത്തിൻ്റെ ശബ്ദം പോലും CK ജാനുവിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. 2, ഞങ്ങളുടെ പാർട്ടി തന്നെ പ്രത്യേകമായി KPCC ഓഫീസിൽ ശ്രീ VM സുധീരൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവരെയെല്ലാം വിളിച്ച് ചർച്ച നടത്തി. അപ്പോൾ അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഉത്തരവ് ആദ്യം ഇറങ്ങണം, ആ ഉത്തരവ് കൃത്യമായി ഇറങ്ങണം. ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പഠിക്കാനും ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പേ സ്വീകരിക്കേണ്ട മുൻ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ മുൻ നടപടികൾ സ്വീകരിച്ച് കൃത്യമായി സർക്കാർ മന്ത്രിസഭാ തീരുമാനവും സർക്കാർ ഉത്തരവും ഇറങ്ങിയതിന് ശേഷമാണ് അവർ സമരം നടത്തിയത്. അവർക്ക് അല്ലാതെ ഒരു ചർച്ചയിൽ പരിഹാരമുണ്ടായി അതുകൊണ്ട് അവർ നിർത്താൻ ആഗ്രഹിച്ചതല്ല, അവർ ഉത്തരവിറങ്ങുന്നത് വരെയാണ് കാത്തിരുന്നത്. അതുകൊണ്ട് സർക്കാർ പിന്നെ മറ്റൊന്ന്, ആദിവാസി മേഖലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇടപെടൽ എത്രമാത്രം ശക്തമായി നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ശ്രീ ബിജു അവകാശപ്പെട്ട പുതിയ അവകാശവാദങ്ങളും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇത്രയധികം അവഗണിച്ചത് ഇടതുപക്ഷ സർക്കാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. നിങ്ങൾ നോക്കണം, ആറളം ഫാം ചെങ്ങറ സമരം, ഈ ചെങ്ങറ സമരവുമായി ബന്ധപ്പെട്ട് ഒരു വർഷക്കാലം നീണ്ടുനിന്ന സമരമാണ്. വെറും പ്ലാസ്റ്റിക് പടുതുകൾക്കുള്ളിൽ പാവപ്പെട്ട ആളുകൾ കിടക്കുന്നു. അവിടത്തേക്ക് ഡോക്ടർമാരെ പോലും പറഞ്ഞയക്കാൻ അനുവദിക്കാതെ ഈ നീണ്ട സമരം, സ്ത്രീകൾ അവിടെ പ്രസവിച്ചു, യാതൊരു ശുശ്രൂഷയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മന്ത്രി പോയിട്ട്, ഒരു വില്ലേജ് ഓഫീസർ പോലും ആ ഭരണകൂടത്തിന്റെ കാലത്ത് അവരെ പോയി സന്ദർശിച്ചിട്ടില്ല. ഇവിടെ ആഭ്യന്തരമന്ത്രി അവരുടെ ഊരുകളിൽ പോയി താമസിച്ച് അവരുടെ വിഷയങ്ങൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിൽ. ഇത് രണ്ടും ഒരു വിഷയത്തെ 2 സർക്കാരുകൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ട് അതുപോലെ തന്നെ ആറളം ഫാമിൽ നിന്ന് സ്ഥലമെടുത്ത് ആദിവാസികൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. 2005 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് കൊണ്ടുവന്നത്. പിന്നെ ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഒരിക്കലും ഇവിടെ വേര് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ അല്ല. വേര് പിടിക്കാൻ പോയപ്പോൾ കോൺഗ്രസ് ഇത്രകാലം ഭരിച്ച ഇന്ത്യയിൽ 60,000 സ്ക്വയർ കിലോമീറ്ററിൽ അവരുടെ പ്രാദേശിക ഗവൺമെന്റുകൾ ഒരുപക്ഷെ പോലീസിനും പട്ടാളത്തിനും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഹോം മിനിസ്റ്റർ തന്നെയാണ്. അത് കോൺഗ്രസിന്റെ ഭരണകാലത്തും ഈ സർക്കാരിന്റെ ഭരണകാലത്തും പറയുന്നു. അപ്പോൾ അത് കുറച്ച് കാണാൻ പറ്റൂ. ഇന്ത്യയിൽ ഇപ്പോഴും 30 കോടി ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആദിവാസി മേഖലയിൽ കൊണ്ടുപോയി ഈ തേനും പാലും മുഴക്കി എന്ന് പറയുന്നത് എവിടെയാണ്? തേനും പാലും ഒഴിക്കുന്ന ആദിവാസി മേഖലകളിലാണ് ഇത്ര ഏറ്റവും കൂടുതൽ കൊടിയ പട്ടിണി ഇന്ത്യയിലൊട്ടാകെ. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ആ തരത്തിൽ ഈ പറഞ്ഞ 30 കോടി ജനങ്ങൾ പട്ടിണി കിടക്കുകയാണെന്ന് പറഞ്ഞ കണക്കിനോട് യോജിക്കാൻ കഴിയില്ല. കണക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. കണക്കുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. നമ്മൾ എടുക്കുന്നത് ഏറ്റവും നെഗറ്റീവായ കണക്കുകളാണ് നമ്മൾ സാധാരണയായി എടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഒരു ഇന്ത്യക്കാരന്
അല്ലല്ല ഇതിലേക്ക് വരാം. ഓക്കെ, ചോദിച്ചു. യെസ്. ഭീകരവാദം ഏതുതരം ഭീകരവാദമായാലും അവലംബിക്കപ്പെടേണ്ടതാണ്, അടിച്ചമർത്തപ്പെടേണ്ടതാണ്, ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ്. അപലപിക്കുക. ചോദ്യം ഇവരോട് പറഞ്ഞതിനുള്ള പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ചോദ്യം ആദിവാസികൾ മേഖലയിലാണ് മാവോയിസ്റ്റുകളും ഇവിടെ സാന്നിധ്യമുള്ളത്. എന്തുകൊണ്ടാണ് സാന്നിധ്യം ഉണ്ടായതെന്ന് നമ്മൾ ആലോചിക്കണം. ആദിവാസികളിൽ ബഹുഭൂരിപക്ഷവും മാവോയിസ്റ്റുകളെ അനുകൂലിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ജീവിതത്തിൽ അവർ ദുരിതം അനുഭവിക്കുന്നവരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു വിഭാഗം ആദിവാസി ദളിത് മേഖല ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവിടെ മാവോയിസ്റ്റുകൾ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് ജീവിക്കുവാനുള്ള സമർത്ഥമായ അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവർക്കവിടെ അങ്ങനെ ഒരു ആധിപത്യം ഉറപ്പിക്കുവാൻ കഴിയില്ല. ചോദ്യമുണ്ടോ? അല്ല, അതേ തന്നെ അത് സമ്മതിച്ചു. ആ കാര്യം നമ്മളൊക്കെ രണ്ടാമത് സാർ ഈ വിഷയത്തിൽ തന്നെ എനിക്കൊരു അപ്തിയുണ്ട്. മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് കേരളം മാത്രമായിട്ട് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഷയമല്ല. മാവോയിസ്റ്റുകൾക്ക് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് അവര്. സായുധ വിപ്ലവം, സായുധത്തിലൂടെ സോഷ്യലിസം നടപ്പിലാക്കുക എന്നുള്ളതാണ് വിപ്ലവം. തോക്കിൻകുഴലിലൂടെ അധികാരം തോക്കിൽ കുഴലിലൂടെ എത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അസമ്മതിക്കുന്നു. അതിനൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. അവരുടെ ഉദ്ദേശം വളരെ ക്ലിയറാണ്. അവരുടെ മാർഗം ശരിയല്ല, സമ്മതിക്കുന്നു. പക്ഷേ സാർ അവിടെ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ മാവോയിസ്റ്റുകളെ വേട്ടയാടാൻ ഭയങ്കര വ്യഗ്രതയാണ്. മാവോയിസ്റ്റുകൾ തൊടുന്നത് എവിടെയാണ്? ഭരണകൂടത്തിനെയും സേനാ വിഭാഗങ്ങളെയുമാണ്. സാധാരണ ജനങ്ങളെ തൊടാറില്ല. മാവോയിസ്റ്റുകളെക്കാൾ എത്രയോ ഇരട്ടി സ്ഫോടനങ്ങൾ ഇവിടെ നടത്തിയ മതഭീകരവാദികളെ ഈ മാവോയിസ്റ്റുകളെ വേട്ടയാടുന്ന കണക്കിന് നിരന്തരം വേട്ടയാടപ്പെടുന്നില്ല. ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഭരണകൂടത്തിനും സൈനികർക്കും വിക്കും വെക്കരുത്, ഇവരെ അടിച്ചമർത്തുക എന്നുള്ള ഒരൊറ്റ അടിച്ചമർത്തേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിരന്തരം എവിടെയെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു ബളം ഉണ്ടാവുക, ഒരു അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആ പ്രശ്നം അവിടെ തീരുന്നു. പക്ഷേ മാവോയിസ്റ്റുകളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കിവിടെ കാണാം. ഇസം എന്ന് പറഞ്ഞ ഐഡിയോളജി, മാവോയിസം സാറ് പറഞ്ഞു വിപ്ലവം തോക്കിൻ കൂടെ എന്നുള്ള ഐഡിയോളജിയാണ്. ഇന്ത്യയിൽ 1970 ചിപ്കോ മൂവ്മെൻറ്റ്, അവിടുത്തെ ആദിവാസികൾ, സ്ത്രീകൾ വനനശീകരണത്തിനെതിരായിട്ട് വനത്തിനെ കൊണർന്നുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് പിന്നെ ഒരു പട ഇറങ്ങി അവിടെ ഒരു വലിയ കമ്പനി കെട്ടി പിന്നോട്ട് പോയി. ആ മൂവ്മെൻറ്റ് വളരെയധികം യുപിയിൽ, ജാർഖണ്ഡിൽ വളരെയധികം ശക്തമായിട്ട് വിജയിച്ചു. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധ പട്കറുടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ വരുത്തവർ, ആ വേർഡ് ഇറ്റ്സെൽഫ് ഗീവ് ദി ആൻസർ. ആദിവാസികൾ ഇവിടെ കുരുത്തവരാണ്. ഈ കുരുത്തവർക്ക് വരുത്തന്മാർ എന്താണ് ഇങ്ങനെ അടിച്ചോടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആസാമിൽ ഇന്ന് കാണുന്നു, അവിടെ ബോഡോ പിന്നെ കലാപങ്ങൾ, തീവ്രവാദികൾ, അവിടെ കുരുത്തവർക്ക് അവിടെ സ്ഥാനമില്ല. കുടിയേറി പാർക്കുന്നവർ ആ പ്രദേശത്തെ നേറ്റീവ്സിനെ അടിച്ച് പടിയിറക്കി അവിടെ നിന്ന് ദൂരെ പലായനം ചെയ്യിപ്പിക്കുന്നു. അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ലേ? അവർ ജീവിക്കണമെങ്കിൽ അവിടെ വനത്തിനൊന്നും വലിയ നാശമില്ല. ഇന്ന് വനം നശിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലാണ്. വനസമ്പത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ്. ഇന്ന് പ്രകൃതി, പ്രത്യേകിച്ച് മഴക്കാടുകൾ, എല്ലാം സുലഭമായ മൃഗങ്ങൾ തിങ്ങിഞ്ഞിറങ്ങി വളരുന്ന കേരളത്തിൽ ഇന്ന് വനങ്ങൾ ഇല്ലാതെ മുട്ടക്കുന്നുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആദിവാസികൾ, അവരുടെ പരിതസ്ഥിതി, അവിടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ജീവിക്കാൻ പറ്റാതെ അവർ താഴോട്ട് വരുന്നു. ഇവിടുത്തെ നൂതന ജീവിതശൈലിയുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് വനം വേണം, അവർക്ക് പിന്നെ വന ഉൽപ്പന്നങ്ങൾ വേണം. അതുമില്ലാത്ത മുട്ടക്കുന്നിൽ അവരെങ്ങനെ ജീവിക്കും? അവർ നിഷ്കളങ്കരാണ്, അവർ നിലാരംഭരാണ്, അവർക്ക് ചോദിക്കാൻ ആരുമില്ല. ഇന്ന് 100 രൂപ ഗവൺമെൻറ് അനുവദിച്ചാൽ 1 രൂപ അവരുടെ പാത്രത്തിൽ എത്തുന്നില്ല. 50 പൈസ എങ്കിലും കൊടുക്കാനുള്ള ഇത് ഈ ബാക്കിയുള്ളത് ആര് കൊണ്ടുപോയി എന്ന് അന്വേഷണം നടത്താൻ ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഏജൻസിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു പിന്നെ സംഘടനയോ ഇതിനു വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ പാവങ്ങളുടെ പിശച്ചട്ടിയിൽ ഇവര് പിന്നെ കയറുന്നു? പകരം ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞു.
പറഞ്ഞു, ഇത്രയും സ്ക്വയർ കിലോമീറ്റർ വനഭൂമി വീണ്ടും കൊടുത്താൽ അത് അവര് അവിടെ കൃഷി ചെയ്യുമോ? ഈ കുത്തകള ആ ഭൂമിയും കൂടെ കൈക്കലാക്കൂലേ? ആദ്യം നഷ്ടപ്പെട്ട ഭൂമി, വനഭൂമി നഷ്ടപ്പെടുന്നു, ഇവർക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന വേണ്ടി വീണ്ടും അവർക്ക് ഭൂമി കൊടുക്കുന്നു. അതും ഈ നിരക്ഷരായ, യാതൊരു തൊഴിൽ പരിചയമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ആരോഗ്യ ദൃഢഗാത്രരായിട്ട് ജീവിക്കാൻ സൗകര്യമില്ലാത്ത ഇവർ തട്ടിപ്പറിച്ചെടുക്കില്ലേ? ഇങ്ങനെ വരുമ്പോൾ എന്ന് അടിമത്വത്തിൽ വിധിക്കപ്പെട്ടവരായിട്ട് ജീവിക്കണോ? 67 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇന്ത്യൻ സിറ്റിസണായ ഈ പൗരബോധമുള്ള ഈ പാവപ്പെട്ട, ചോദിക്കാനില്ലാത്ത, നാഥനില്ലാത്ത ഈ പാവങ്ങൾ, അവര് മറ്റുള്ളവരുടെ സുഖങ്ങളുടെ വിഴുപ്പുകൾ, അഴുക്കുകൾ ചുമക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായിട്ട് ഇന്നും ഈ നൂതന ഇന്ത്യയിൽ അവർ കഴിയണമോ? എനിക്ക് ഇതിന് മറുപടി കിട്ടിയാൽ കൊള്ളാം. എനിക്ക് ചോദിക്കാനുള്ളത്, മാറി മാറി ഭരിക്കുന്ന ഈ ഗവൺമെൻറ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് പുറകോട്ട് മാറിയതുകൊണ്ട് വല്ല വിശേഷമുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്നില്ല? എന്തുകൊണ്ട് ആദിവാസികളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിച്ചില്ല, തിരക്കിയില്ല, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തില്ല? ആശുപത്രിയാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും അവർക്ക് പാർപ്പിടമാണെങ്കിലും അവർക്ക് കുറച്ച് ഭൂമി കൊടുത്തുണ്ടായോ? ഇല്ല. അവർക്ക് അതിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരത്തിനുള്ള കാശുണ്ടാവണ്ടേ? കാശില്ലാതെ അവർക്ക് കുറച്ച് ഭൂമി കൊടുത്തോണ്ടോ, കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടോ അവർക്ക് ജീവിക്കാൻ കഴിയുമോ? ഒന്ന്, കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങുമ്പോൾ അവർ പറയും കോൺഗ്രസ്സുകാരുടെ കയ്യിലാണ് കുഴപ്പം, അവരത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. ഇങ്ങനെ മാറി മാറി സൗന്ദര്യപ്പിണക്കം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഷ്ടത മുഴുവൻ അനുഭവിക്കുന്ന പാവങ്ങളായ ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികളുടെ തന്നെ ആൾക്കാരുണ്ട്. അവരെ വനത്തിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും അനുവദിക്കാതെ അവരുടെ പെൺമക്കളെ ഉപദ്രവിക്കാനും അവർക്ക് അച്ഛനില്ലാതെ മക്കളെ പ്രസവിക്കാനും എല്ലാം അവസരം ഉണ്ടാക്കുന്ന ഈ അധികാര വർഗത്തിൻ്റെ തന്നെ കയ്യാളുകൾ തന്നെയാണ് ഈ നാശങ്ങളൊക്കെ കാണിച്ചു വയ്ക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ മാവോവാദികൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് ആദിവാസികൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു തുണ, ഒരാശ്രയം, ഇങ്ങനെ ഒരു സംഘടന അവർക്കൊരു നേർവഴി കാട്ടും. ഇല്ല, അനുകൂലിക്കുന്നില്ല. അതിന് അവസരം ഉണ്ടാക്കി തീർക്കുന്ന ഈ മാറി മാറി വന്ന ഈ 2 ഭരണാധികാരികൾ തന്നെയാണ്. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ 2 ഭരണാധികാരികളുടെ വീഴ്ച. വേറൊരു ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. ജനങ്ങൾ എന്ന് വേറൊരു ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നോ അന്ന് ഈ കേരള രാജ്യം അന്ന് മാത്രമേ രക്ഷപ്പെടൂ. എൻ്റെ പേര് ജി വിശ്വംഭരൻ നായർ. നമ്മുടെ കവിയാണ്, സാഹിത്യ മേഖലയിൽ ഒക്കെ ഉണ്ട്. ഇവിടെ ആര് ഭരിക്കണം എന്നുള്ളതല്ല ചിന്ത, കേരളത്തിലെ ആദിവാസികളുടെ സാന്നിധ്യം എന്താണെന്നുള്ളതാണ് ചർച്ച. ഇവിടെ ആര് ഭരിച്ചിരുന്ന കാലത്തും ആദിവാസികൾക്ക് സ്വൈരമില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കാശുകൾ ധാരാളം ചിലവാക്കുന്നുണ്ട്. ചിലവാക്കുന്നത് ഈ മേഖലയിൽ എത്തുന്നില്ല. അതിനൊരു സംരംഭം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യം സത്യമെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഈ ആദിവാസി മേഖലയിൽ ഈ അക്രമം നടന്നിട്ടുണ്ട്. അക്രമം നടന്നത് എത്രത്തോളം ശരിയെന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ല. അതിന് ബന്ധപ്പെട്ട സർക്കാർ പട്ടാളത്തിന് വേണോ, ആരെ വേണോ ഇറക്കി അന്വേഷിക്കേണ്ട ബാധ്യത ഇന്നിരിക്കുന്ന സർക്കാരിനുണ്ട്. ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിൽ ഇടപെട്ട് അത് ചെയ്യേണ്ട ബാധ്യതയാണ്. അല്ലാതെ എല്ലാം കൊണ്ട് ആദിവാസികൾ ഇതിനെ കള്ളം പറഞ്ഞെന്ന് ആർക്കറിയാം? അപ്പോൾ അതൊരു വ്യക്തമായ പരിശോധന ആവശ്യമുണ്ട്. ആദിവാസികളുടെ ഇടയിലും മാവോയിസ്റ്റുകൾ വളർന്നു വരാനുള്ളൊരു അവസരം ഇതുണ്ട്. കാരണം ആദിവാസികൾ എന്നും പീഡിപ്പിക്കപ്പെട്ടവരാണ്, പീഡിതരാണ് അവർ. ആദിവാസികളെ ഇങ്ങനെ മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന് എന്തിനാണ് കള്ളം പറയുന്നത്? അവരുടെ നിലപാടിന് വേണ്ടി ചിലപ്പോൾ അങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കി അവരുടെ മുതലില്ലാതാക്കി സ്വയം ഇല്ലാതെ കളഞ്ഞിട്ട് സർക്കാരിന് ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി ഒരു സംരംഭം ഉണ്ടായിക്കൂടെ? അതുകൊണ്ടാവാമല്ലോ. അത്രയൊക്കെ ബുദ്ധി കാണിക്കും. ആദിവാസികൾ ബുദ്ധിയില്ലാത്തവരല്ല, അവർ നല്ല മനുഷ്യരാണ്. ആദിവാസികളുടെ ഇന്ന് മന്ത്രിമാരും എല്ലാം വിദ്യാഭ്യാസമുണ്ട്. നമ്മളാരും അവരെ വെറുതെ ഇല്ലാതെ കളയണ്ട, നമ്മൾ പറഞ്ഞില്ലാതാക്കണ്ട. അവർക്ക് എല്ലാ സംരംഭമുണ്ട്. ഇന്നിരിക്കുന്ന കള്ളത്തരം കാണിക്കാനുള്ള ഉണ്ടുണ്ട്. കള്ളത്തരമൊക്കെ അല്ല, അവർ മടയരല്ല, അവർക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ അവരുടെ മടത്തരം നമ്മൾ ചൂഷണം ചെയ്യുന്നു, അതേ ഉള്ളൂ. അവർക്ക് എപ്പോഴും സംരക്ഷണം വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വിമലാദേവി, ഒരു അഡ്വക്കേറ്റ് ക്ലർക്കാണ് വഞ്ചിയൂർ കോർട്ടിൽ. കുറേ കാലം കൊണ്ടേ ഈ ആദിവാസികൾ സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ നിന്ന് നിൽപ്പ് സമരവും ചെണ്ടകൊട്ടി സമരവും, അവർ ആഹാരം കഴിക്കാതെ പാത്രവുമായി നടന്ന് പൈസ പിരിക്കുന്നു, അങ്ങനെ ഒരു ഉപജീവനമാർഗ്ഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ട്. ഞാനും ഒരു 10 രൂപ കാശ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇത്രയും കാലം അവർ സമരം നടത്തിയിട്ടും അവർക്ക് യാതൊരു ആനുകൂല്യവും നടത്തി കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മളുടെ എന്നും കണ്ണിൽപ്പെടുന്നതല്ലേ? നേരെ മറിച്ച് രാഷ്ട്രീയ പിടിപാടുകളുള്ളവർ 2 ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ചെന്ന് നിന്ന് ബഹളം വയ്ക്കുമ്പോഴത്തേക്ക്, കുറച്ച് ഗെറ്റപ്പായിട്ട് നിന്ന് സമരം വയ്ക്കുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. പക്ഷേ ഈ ആദിവാസികൾ ഉയരുന്നതിനും അവരെ വിദ്യാഭ്യാസം കൊണ്ട് ഉയരുന്നതും ഒക്കെ ഈ ഇടനിലക്കാരാണ് സമ്മതിക്കാത്തത്.
കാരണം ഇടനിലക്കാർ എങ്ങനെ സമ്മതിക്കുന്നില്ലെന്ന് വെച്ചാൽ ഈ ആദിവാസികൾ ഉയർന്ന് വിദ്യാഭ്യാസം കൊണ്ടും കുറേ വസ്തുക്കൾ കൊണ്ടും വലിയ വീടുകൾ വെച്ചും നല്ല വിവരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇടനിലക്കാർ കുറച്ച് താഴ്ന്നു പോകും. അതാണ് അവരുടെ ഭയം. അതുകൊണ്ട് അവർ എങ്ങനെയായിരുന്നാലും ഈ ആദിവാസികളെ ഉയർത്താൻ ഈ മാവോയിസ്റ്റുകൾ ആണ്, ഈ രാഷ്ട്രീയക്കാർ എന്നൊരു പേരാണ് യഥാർത്ഥത്തിൽ ഈ മാവോയിസ്റ്റുകൾ. ഒരു 40 വർഷത്തിന് മുമ്പ് എൻ്റെ കൊച്ചിലെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നക്സൽബാരികൾ ഞങ്ങളൊക്കെ വീടുകളിൽ നിന്ന് വെളിയിറങ്ങില്ല. കൊച്ചുങ്ങളാണെങ്കിലും ഞങ്ങൾ വലിയൊരു പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, വെളിയിറങ്ങല്, സ്കൂളിൽ പോയിരുന്ന നക്സൽബാരികൾ കഴുത്ത് വെട്ടും. അന്നും ഇതുപോലെ തന്നെ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ബോധപൂർവം ഈ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോധപൂർവം ഭീതി ഉണ്ടാക്കുകയാണ് ഭരണകൂടം എന്ന ചിന്തയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് മാവോയിസ്റ്റുകൾ അവരാണ്, ഈ രാഷ്ട്രീയക്കാരാണ് ഒരു മാവോയിസ്റ്റുകൾ എന്നൊരു പേര്, ഒരു പുതിയ പേരുണ്ടാക്കി. മാവോയിസ്റ്റുകൾ എന്നുള്ളത് ഇന്ത്യയിലുണ്ട്. പക്ഷേ അവരുണ്ടായതുകൊണ്ട് ഇവരെ കൊണ്ടൊരു ഭയമുണ്ട് ആദിവാസികൾക്ക്. കാരണം ഇനി ആദിവാസികളെ കൊന്നുകളയോ ഏതെങ്കിലും ഒരാളെ ഒന്ന് ഉപദ്രവിച്ചാൽ മതി, പിന്നെ അവരുടെ അറിവില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടെ ഭയപ്പെട്ട് ബഹളം വയ്ക്കുകയാണ്. അപ്പോഴാണ് ഏതായിരുന്നാലും നമ്മൾ ഈ ചർച്ചയിലൂടെ എങ്കിലും ഈ ആദിവാസികൾക്ക് ഒരു ഉയർച്ച ഉണ്ടാക്കണം, മാവോയിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടെങ്കിൽ അത് തടയണം എന്നാണ് ഞാൻ അഭിപ്രായം. കേരളത്തിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ച് വളരെ ചൂടേറിയ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ആരുടെയും ചൂഷണത്തിന് വിധേയരാവുന്നൊരു ജനതയെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളുമായിട്ട് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കേരളത്തിലുണ്ടെന്നും, എന്നാൽ ഇത് മാവോയിസ്റ്റുകളല്ല, ഇവരുടെ പേരിൽ ചില അക്രമികൾ ഒരുപക്ഷെ കടന്നുകൂടുന്നതാവാം എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചർച്ച ഇവിടെ പുരോഗമിക്കുകയാണ്. ഈ ചർച്ച വീണ്ടും തുടരും. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അതുവരെ PP ജെയിംസ് സൈനിങ് ഓഫ്. കേരളത്തിൽ മാവേലിക്കര 4 ചെറുപ്പക്കാർ ഒരു വീട്ടിൽ നിന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് അവരെ ജയിലടക്കുകയുണ്ടായി. UAPA കുറ്റം ചുമത്തുകയുണ്ടായി. ഒരു സ്വിറ്റ്സർലാൻഡ് പൗരൻ ഒരു യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ വിസ അടക്കം ക്യാൻസൽ ചെയ്ത് ജയിൽ പാർപ്പിക്കുകയുണ്ടായി. ഇത് പൗരാവകാശ ദംശനമാണ്. എല്ലാ ഗവൺമെന്റുകളും ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പണങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ ഏതെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഈ പദ്ധതി ഉണ്ടാക്കിയത്. ഓരോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭരണകൂട നേതൃത്വത്തിന്റെയും ഇച്ഛാശക്തി കൊണ്ടാണ് ഈ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഭരണമാറ്റത്തിൻ്റെ ഒരു വലിയ ആവശ്യം കേരളത്തിലുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് കേരളത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതനുസരിച്ച് കേരളത്തിലെ ഭരണമാറ്റം കോൺഗ്രസ് മാറിയാൽ ഇതിവിടെ ഞാൻ MLA-മാരുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലുണ്ടാകുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിലുണ്ടാകും. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു പോറലേൽപ്പിക്കാൻ ഇന്ന് വരെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസിന് ഒരു ആദർശമില്ല എന്ന്, ഒരു ലക്ഷ്യമില്ല എന്ന് പറയുന്നു. അത് വെറും വിവരക്കേടാണ്. അത് പറയരുത്. ടോക്കൻ കൈകളിലൂടെ അധികാരം പിടിച്ചെടുക്കുക, അതിന് ഇന്ന് വരെ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ എവിടെയെങ്കിലും തടസ്സപ്പെടുത്താൻ, ഏതെങ്കിലും സ്ഥലത്ത് തടസ്സപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ?